ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള ടാക്സുകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ. 5 തരം ടാക്സുകളാണ് നിലവിൽ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യമായിട്ട് ഇൻകം ഫോർ ബിസിനസ്. ഖത്തറിൽ നിലവിൽ പേഴ്സണൽ ഇൻകത്തിന് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റിന്റെ 10% മാത്രമാണ് ടാക്സ് അടക്കേണ്ടത്. എന്നാൽ ഖത്തറി നാഷണാലിറ്റി ഉൾപ്പെടുന്ന GCC നാഷണാലിറ്റി ടാക്സ് പരിധിയിൽ വരാത്തത് കൊണ്ട് തന്നെ അവരുടെ ഷെയറിന് ടാക്സ് അടക്കേണ്ടതില്ല. ഉദാഹരണത്തിന് 51% GCC നാഷണാലിറ്റി ഷെയർ ഉള്ള കമ്പനികൾക്ക് 4.9% മാത്രമാണ് ടാക്സ് അടക്കേണ്ടത്. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾക്ക് അവരുടെ സ്പെസിഫിക് അഗ്രിമെന്റ് പ്രകാരം 35% വരെ ടാക്സ് അടക്കേണ്ടി വരും. രണ്ടാമതായി വിത്ത് ഹോൾഡിംഗ് ടാക്സ്. ഖത്തറിൽ സ്ഥിരമായി ഒരു ബിസിനസ് എൻറ്റിറ്റിയുമായി ബന്ധമില്ലാത്ത നോൺ റെസിഡൻസ് ഏൺ ചെയ്യുന്ന ഇൻകത്തിന് മേലുള്ള ടാക്സ് ആണ് വിത്ത് ഹോൾഡിംഗ് ടാക്സ്. ടോട്ടൽ പേയ്മെന്റിന്റെ 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. എക്സാമ്പിൾ റോയൽറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് കമ്മീഷൻസ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മൂന്നാമതായിട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ അവരുടെ ഷെയർ സെയിൽ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗെയിനിന്റെയോ മേലുള്ള ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. 10% ആണ് ടാക്സ് റേറ്റ് ആയിട്ട് വരുന്നത്. നാലാമതായിട്ട് എക്സൈസ് ടാക്സ്. എൻവിറോൺമെന്റിനോ ഹ്യൂമൻ ഹെൽത്തിനോ ഹാനികരമാകുന്ന ചില സാധനങ്ങൾക്ക് മേലുള്ള ടാക്സ് ആണ് എക്സൈസ് ടാക്സ്. ഇത് പ്രൊഡക്റ്റിനനുസരിച്ച് 50% മുതൽ 100% വരെ ടാക്സ് അടക്കേണ്ടി വരും. അഞ്ചാമതായി വരുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി. സ്റ്റാൻഡേർഡ് കസ്റ്റംസ് ഡ്യൂട്ടി റേറ്റ് ആയി വരുന്നത് ഗുഡ്സിന്റെ കോസ്റ്റ്, ഇൻഷുറൻസ്, ഫ്രൈറ്റ് എന്നിവയുടെ 5% ആയിരിക്കും. എന്നാൽ ചില പ്രൊഡക്റ്റുകൾക്ക് ഈ പെർസെൻറ്റേജ് ഡിഫറെൻ്റ് ആണ്.